ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ സരിയും ഷാരിയും കൂടി പറയുന്നുണ്ട്, ശരി എന്ന് ഞങ്ങൾ കിരണിനെ കാണാൻ വേണ്ടി പിന്നീട് വരാം എന്ന് പറയുമ്പോ ദീപ പറയുന്നുണ്ട്, വേണ്ട ഇനി വരണോന്നില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും ദീപേ? ഞങ്ങളുടെ കുഞ്ഞിലേ കിടക്കുന്നത്, അപ്പൊ ഞങ്ങൾക്ക് ഇടയ്ക്ക് കണ്ട് കാണാനുള്ള അവകാശമില്ലേ? ഞങ്ങൾ ഇടയ്ക്ക് വരും, നിങ്ങൾ അടച്ചോടിച്ചാലും ഞങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഷാരി സരിനും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. പുറത്ത് ഇറങ്ങുമ്പോഴേക്കും സരി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അവന്റെ കിടപ്പ് കണ്ടില്ലേ അമ്മേ? കണ്ടിട്ട് ചിരി സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല അമ്മക്കോ. ഇത്രയൊക്കെ ഉള്ളു മനുഷ്യരുടെ കാര്യം, എല്ലാം ഒരാള് തന്നെ ജയിക്കണമെന്നില്ലല്ലോ മോളെ ഒരു പ്രാവശ്യം എന്ന് പറയുമ്പോഴേക്കും അതേ അമ്മേ, എപ്പോഴും ഒരാൾ തന്നെ ജയിക്കണമെന്നില്ല, തോൽവി സംഭവിക്കും. കണ്ടില്ല അവൻ കിടക്കണത്, അവൻ തോറ്റു തുടങ്ങി അമ്മേ, ഇനി തോൽവി സംഭവിച്ചുകൊണ്ടേയിരിക്കും. അമ്മ നോക്കിക്കോ, മരണം വരെ അവന്റെ കിടപ്പ് അങ്ങനെ തുടരും. അങ്ങനൊന്നും പറഞ്ഞൂടാ മോളെ, ചിലപ്പോ നല്ല ചികിത്സ കൊടുക്കുകയാണെങ്കിൽ അവന് ഓർമ്മശക്തിയൊക്കെ തിരിച്ചു കിട്ടും. എവിടെ നിന്ന് കിട്ടാൻ? അങ്ങനൊന്നും കിട്ടാൻ പോകുന്നില്ല അമ്മേ. നമുക്ക് ഇടക്കിടക്ക് ഇങ്ങോട്ട് വരണം അമ്മേ, അവന്റെ കാഴ്ച ഇടക്കിടക്ക് കാണണം. വേണ്ട മോളെ, വന്നിനെ ചന്ദ്രസേന രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിട്ട് തിരിച്ചു പണി കിട്ടും. അങ്ങനൊന്നും ഉണ്ടാവില്ല അമ്മേ, നമുക്ക് ഇടക്ക് അമ്മ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഇടക്ക് വന്നിട്ട് അവൻ ഇങ്ങനെ കാണുന്നുണ്ട്, അത് കാണാൻ തന്നെ ഒരു സുഖമല്ലേ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സരിവ് ചിരിക്കുകയാണ്. ഷാരി പറഞ്ഞിട്ട് മോളും കൂടി വന്നേ എന്ന് പറഞ്ഞിട്ട് ഷാരി സരിവിനെ വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കാൻ മനോഹറിനെയാണ്. മനോഹർ നമ്മുടെ വരുണിന്റെ വീട്ടിലേക്ക് വരുന്നിരിക്കാട്ടോ. എന്നിട്ടൊരു കല്യാണ ലെറ്റർ വരുണിന്റെ അച്ഛന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ലെറ്റർ അടിച്ചിരിക്കുന്നത്, നോക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. വരുണിന്റെ അച്ഛൻ ആ ലെറ്റർ ഒരു പുച്ഛത്തോടു കൂടി തന്നെ നോക്കുക കേട്ടോ. അതിനുശേഷം ഞങ്ങളും അടിച്ചിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാർഡാ മോനെ എന്ന് പറഞ്ഞിട്ട് വന്ദനയുടെ അമ്മ ആ കാർഡ് എടുത്ത് നമ്മുടെ മനോഹറിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. മനോഹർ അത് വായിക്കുന്നുണ്ട്, ഇത് നന്നായിട്ടുണ്ട് എന്ന് പറയാണ്. അതിനുശേഷം മനോഹർ പറയുന്നുണ്ട്, ഇനിയിപ്പോ ഞാൻ എന്നാ പോയിക്കോട്ടെ, പിന്നെ കല്യാണത്തിന് വളരെ കുറച്ചുപേര് മാത്രമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഏത് ഹോളാ എടുത്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അത് നമ്മുടെ ജംഗ്ഷനുള്ള ഹോള്. അപ്പൊ മനോഹർ ഇങ്ങനെ ആലോചിക്കുകയാണ്, ജംഗ്ഷനുള്ള ഹോള്, അവിടെ ആൾക്കാർ വരാൻ കുറവാണ്, കുഴപ്പമില്ല. എന്താ മോനെ ആലോചിച്ചത്? ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ല നിശ്ചയത്തിന് അങ്ങനെ അമ്മയും അച്ഛനും വരില്ല, അവർ തിരക്കിലാണേ, കല്യാണത്തിന് എന്തായാലും എല്ലാവരും വരുന്നുണ്ട് എന്ന് പറയുമ്പോ വരുണ്ട അമ്മ പറയണ്ട്, ഒന്നും പറയണ്ട മോനെ, ഞങ്ങൾക്കും ബന്ധുക്കളൊക്കെ വളരെ കുറവാണ്, മോൾക്ക് സംസാരശേഷി ഇല്ലാത്തതുകൊണ്ട് ബന്ധുക്കളിൽ നിന്ന് ഒരുപാട് പയ്യന്മാരുടെ ആലോചന നോക്കിയതാ, പക്ഷെ ഒറ്റെണ്ണം എന്റെ മോളെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല, സ്വത്തുക്കൾ മാത്രം കണ്ടുകൊണ്ടാ അവര് വന്നത്, അതുകൊണ്ട് ഒരൊറ്റെണ്ണത്തിന് കല്യാണം വിളിക്കുന്നില്ല എന്ന് പറയുമ്പോ മനോഹർ പറയണ്ട്, അത് നല്ല കാര്യമേ, നമ്മളെ വേണ്ടാത്തവര് നമുക്കും വേണ്ടതേ, എന്തിനാ അങ്ങനത്തെ ബന്ധങ്ങളൊക്കെ, അങ്ങനത്തെ ബന്ധങ്ങൾ ഇല്ലാതിരിക്കണതാ നല്ലത് എന്നൊക്കെ മനോഹർ പറയാണ്. ശേഷം നമ്മുടെ വരുണിന്റെ അച്ഛൻ പറയണ്ട, അതെ അവർക്ക് ഇതിന് സംസാരിക്കട്ടേടി എന്ന് പറയാണ്. അയ്യോ ഞാനത് മറന്നു മോളെ, മോനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോ. അതിന്റെ ആവശ്യമൊന്നുമില്ല അമ്മേ എന്ന് പറയുമ്പോ അച്ഛൻ പറയണ്ട്, നിങ്ങൾ പുറത്തു വെച്ചൊക്കെ ഇടയ്ക്ക് കണ്ട് സംസാരിക്കാറുണ്ടല്ലേ, മോൾക്ക് ഇപ്പൊ പുറത്തു പോക്ക് കുറച്ച് കൂടുന്നുണ്ട്, അപ്പൊ തന്നെ എനിക്ക് തോന്നി മോനെ കാണാൻ വേണ്ടിട്ടായിരിക്കും, എന്തായാലും സംസാരിച്ചിട്ട് വാ എന്ന് പറയാണ്. അങ്ങനെ മനോഹർ വരുണിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോട്ടെ സംസാരിക്കാനായിട്ട്. ശേഷം കാണിക്കുന്നത് നമ്മുടെ നിഷേനെയും അതുപോലെ തന്നെ ജുബാനേനെയും നിതേനെയും വരുണിനെയാണ്. അവരൊരു റെസ്റ്റോറന്റിൽ കോഫി കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ നിശ്ചയം ജുബാനയൊക്കെ നമ്മുടെ മനോഹറിന്റെ കല്യാണ ലെറ്റർ കണ്ടിട്ട് ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കല്യാണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വരുവാണ്. എന്താ പുതിയ വിശേഷം? ഇത് കണ്ടില്ലേ, അവൻ കല്യാണ ലെറ്റർ അടുപ്പിച്ചു എന്ന് പറയാണ്. എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കല്യാണി നോക്കുവാണ്. കൊള്ളാം, അച്ഛന്റെ പേര് ജനാർദ്ദനൻ, അമ്മയുടെ പേര് സുരഭി, മോന്റെ പേര് ജീവൻ, വീടിന്റെ പേര് ജീവൻ വിലാസ്. എന്തൊരു കള്ളനാവൻ എന്ന് പറയുമ്പോ അതെ അതല്ല, ഞാൻ തന്ന കല്യാണ ലെറ്റർ അവനെ ഏൽപ്പിച്ചില്ലേ എന്ന് വരുണേ എന്ന് ചോദിക്കുകയാണ് കല്യാണി. അത് കൊടുത്തു ചേച്ചി, അവനത് നന്നായിട്ട് വിശ്വസിച്ചിട്ടുണ്ട്, അവൻ എന്തായാലും പണി കൊടുത്തേ പറ്റൂ. അതെ, വരുണിന് എത്രയും പെട്ടെന്ന് ഈ പെൺവേഷം അവസാനിപ്പിച്ചാന്നൊരു ആലോചനയുണ്ട്, എങ്കിലേ നിതേനെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. കുറച്ചുകൂടി വട്ടാക്കണമെന്നുണ്ടായിരുന്നു, കുഴപ്പമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ പെൺവേഷം അഴിച്ചു വെക്കാം എന്ന് കല്യാണി വരുണിനോട് പറയാണ്. ശേഷം വരുണിനോട് കഴിഞ്ഞ് പറയുന്നുണ്ട്, അതെ ഇനിയിപ്പോ കല്യാണമൊക്കെ അടുത്തല്ലോ, അവൻ ആഭരണങ്ങൾ എടുക്കാനും താലി എടുക്കാനൊക്കെ കൂട്ടിക്കൊണ്ടു പോകും, അപ്പൊ നല്ല കട്ടിയുള്ള താലിമാല തന്നെ എടുക്കണം കേട്ടോ വരുണേ എന്ന് പറയാണ്. അതൊക്കെ ഞാൻ ഏറ്റു ചേച്ചി, കൂട്ടത്തിൽ നല്ല കനമുള്ള താലിമാല തന്നെ ഞാൻ അവനെ കൊണ്ട് എടുപ്പിച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ ഒരു സന്തോഷത്തോടു കൂടി തന്നെ അവിടെ അങ്ങനെ ഇരിക്കാട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജീവനെയാണ്. അതായത് ജീവനല്ല, നമ്മുടെ ജെറീനെയാണ്. ജെറിയായിട്ട് വരുന്ന ഗംഗപ്രസാദിനെയാട്ടോ കാണിക്കുന്നത്. അങ്ങനെ ജെറി വന്നിരിക്കുന്നത് കിരണിന്റെ വീട്ടിലേക്കാട്ടോ. അവിടെ സ്ലോ മോഷനിലാണ് ജെറി ഇങ്ങനെ നടന്നു വരുന്നത്. 2 മിനിറ്റ് ജെറി വരുന്ന ഭാഗമായിട്ടോ കാണിക്കണത്. അങ്ങനെ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി വീടൊക്കെ ശരിക്കും നോക്കി ജെറി അകത്തേക്ക് കേറുന്നുണ്ട്. ദീപ ഇങ്ങനെ നോക്കുവാണ്, ഇത് ആരാന്ന നിലയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആരാ മനസ്സിലായില്ല എന്ന് ദീപ പറയുമ്പോ കല്യാണിയുടെ അമ്മയല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ ജീവൻ എന്ന് ജെറി എന്ന് പറയാണ്. ജെറി, കിരൺ മോനെ ജീവൻ രക്ഷിച്ച? അതെ അകത്ത് വാ മോനെ എന്ന് പറയാണ്. അല്ല മോനെ എങ്ങനെ ഈ വീട് കണ്ടുപിടിച്ചു? ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ മേ എന്ന് പറയാണ്. കിരണിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട മോനെ, അതേ അവസ്ഥ തന്നെ എന്ന് പറയാണ്. സാരമില്ലമ്മേ, എല്ലാം ശരിയാവും. ഞാനിന്ന് പ്രാർത്ഥിച്ചപ്പോ കിരണിന് വേണ്ടി പ്രാർത്ഥിച്ചു. മാത്രല്ല നമുക്കിനി ആയുർവേദ ചികിത്സകൾ ചെയ്യണമേ നല്ലത്. നരമ്പുകൾക്കൊക്കെ എന്തെങ്കിലും ക്ഷതോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ആയുർവേദമാണ് നല്ലത്. അതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് മോനെ. അല്ല മോന്റെ വീട് എവിടെയാ എന്ന് ചോദിക്കുകയാണ്.
സമയത്ത് ജെറി പറയുന്നുണ്ട്, അമ്മേ എന്റെ വീട് ബാംഗ്ലൂരാണ്, പക്ഷെ ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ അന്ന് സൈറ്റിലേക്ക് വന്നില്ലേ, അത് ഒരു പ്രൊജക്ടിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അന്നല്ലേ കിരണ് അപകടം പറ്റിയത്. അത് ഞാൻ കറക്റ്റ് സമയത്ത് എത്തിയോണ്ട് കിരണെ രക്ഷപ്പെടുത്താൻ പറ്റി. അതെ, മോനെ ദൈവമായിട്ട് അന്ന് അവിടെ എത്തിച്ചത്. മോൻ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അല്ല ഒന്ന് തിരക്കുണ്ട് എനിക്ക്, അതെല്ലാം സാരമില്ല, മോൻ അകത്ത് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ കിരൺ അങ്ങനെ കിടന്ന കിടപ്പ് കിടക്കുവാട്ടോ. കിരൺ ഇതേ അവസ്ഥ തന്നെയാണല്ലേ അമ്മേ? അതേത് പറയണം, മോനോട് ഇരിക്കും, ഞാൻ കുടിക്കാൻ എന്തിനെടുക്കാം. വേണ്ട അമ്മേ, ഞാൻ പോകുവാണ്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, മോൻ വെള്ളം കുടിച്ചിട്ടേ പോകാവൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തുവാണ്. ശേഷം ദീപ വെള്ളം എടുക്കാൻ പോകുമ്പോഴേക്കും ജെറി ഒരു പുച്ഛത്തോട് കൂടി തന്നെ കിരൺ ഇങ്ങനെ നോക്കുവാട്ടോ. കിരൺ അതേ കിടപ്പ് തന്നെ കിടക്കുവാണ്. അതിന്റെ ഒരു ഗ്ലാസ് ജ്യൂസ് ആയിട്ട് നമ്മുടെ ജെറീന്റെ അടുത്തേക്ക് ദീപ വരുന്നുണ്ട്. ഇന്നാ മോനെ ഈ വെള്ളം കുടിക്കേ. വെള്ളം കുടിക്കുന്നതിന്റെ ശേഷം ജെറി വേണ്ട ഞാൻ ഇറങ്ങട്ടെ. അത് പറ്റില്ല, ഊണ് കഴിച്ചിട്ട് ഇറങ്ങാം. അമ്മയെ കല്യാണി വന്നാൽ ഞാൻ അന്വേഷിച്ചെന്ന് പറയണം, ഞാൻ വന്നതെന്ന് പറയണം, എനിക്ക് തിരക്കുള്ളത് കൊണ്ട് ഞാൻ വേറെ ദിവസം വരുമ്പോ ഊണൊക്കെ കഴിച്ചോളാം കേട്ടോ എന്ന് പറയാണ്. അങ്ങനെ ജെറി മനസ്സിൽ വിചാരിക്കാണ്, ഊണൊക്കെ കഴിക്കാൻ നിന്ന് ആ കാർത്തിക എപ്പോ വേണമെങ്കിലും ഇവിടെ കയറി വരാം. എന്തായാലും അവളുടെ ബലവാ ഈ കിടക്കണത്. ഇവന്റെ ബലത്തിലാ അവള് വിലസനുണ്ടായിരുന്നത്. അവളുടെ അനിയത്തിയുടെ ഭർത്താവ് എന്തിനും പോത കിരൺ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ എന്ന് പുച്ഛത്തോടു കൂടി തന്നെ വിചാരിച്ച കിരൺ ഒന്നും കൂടി നോക്കുവാട്ടോ ജെറി. ശേഷം എന്നാ ശരി അമ്മേ, ഞാൻ ഇറങ്ങുവാണ്. കിരൺ നോക്കിയിട്ട് ശരിയെന്ന രീതിയിൽ തല ഇങ്ങനെ ആട്ടിയിട്ട് ജെറി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ജെറി ഇങ്ങനെ പതുക്കെ ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ കാർത്തിക അങ്ങോട്ടേക്ക് വണ്ടിയിലേക്ക് വരുവാട്ടോ. കാർത്തിക് വരുന്നതും ജെറിയുടെ ബൈക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുവാണ്. ജെറി കാർത്തികിനെ കാണുന്നതും അവിടെ ഉണ്ടായിരുന്ന ഒരു കർട്ടനിലേക്ക് ഒളിച്ചു നിൽക്കുവാട്ടോ. അങ്ങനെ കാർത്തിക അകത്തേക്ക് വരുന്നുണ്ട്. ശേഷം മോളെത്തിയോ വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദീപ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോണ കാർത്തികേന. ആ സമയത്ത് ജെറി വേഗം തന്നെ കർട്ടന്റെ പുറകെ നിന്ന് ഇറങ്ങിയിട്ട് വേഗം ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാട്ടോ. കാർത്തിക കിരണിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. കിരൺ ഈ അവസ്ഥയിൽ ശല്യപ്പെടുത്തണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇടയ്ക്ക് വരാത്തത് കേട്ടോ. അതിനെ ഇങ്ങനെ കാർത്തിക ശല്യമാവണത്. നിങ്ങൾ വരുന്നത് നല്ല കാര്യമല്ലേ, എന്താ കാർത്തിക എന്തിനു പ്രശ്നമുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം വന്നത്. ആ ഗംഗപ്രസാദ് നാട്ടിലെത്തിയിട്ടുണ്ട്. നാട്ടിലെത്തിയോ അവൻ? എത്തിയതും എന്നെ വിളിച്ചായിരുന്നു, അമ്മ എവിടെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞോ കാർത്തിക? ഇല്ല, അവന് പക്ഷെ അറിയാം അമ്മ എവിടെ ഉണ്ടെന്നൊക്കെ. അവൻ വെറുതെ ചോദിക്കുന്നത്, അവനെല്ലാം അറിയാൻ പറ്റും എന്ന് പറയാണ്. സാരില്ല കാർത്തിക, കാർത്തിക ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ, അച്ഛനും കാര്യങ്ങളൊക്കെ അറിയാം. കാർത്തിക് ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞങ്ങളൊക്കെ കൂടെ ഉള്ളപ്പോ കാർത്തികനും കാർത്തികയുടെ അമ്മേനും ആരും ഒന്നും ചെയ്യില്ല എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ ദീപ ചോദിക്കേണ്ട, അല്ല മോളെ ഇങ്ങോട്ട് വന്നപ്പോ ജെറീനെ കണ്ടിരുന്നോ? ജെറീനെയോ? ഇല്ല, ഒരു ബൈക്ക് പുറത്തിരിക്കുന്നത് കണ്ടു, പക്ഷെ ആളെ കണ്ടില്ല. ആളെ കണ്ടില്ലേ മോള? അപ്പോഴും കിരൺ പറഞ്ഞ, അല്ല കാർത്തിക് അകത്ത് കയറി വന്നിട്ടാണല്ലോ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യണ ഒച്ച കേട്ടത്, ചിലപ്പോ കാർത്തിക ശ്രദ്ധിക്കാനായിട്ടായിരിക്കും എന്ന് കിരൺ പറയാണ്. അപ്പൊ ദീപ പറയണ്ട, അതെ മോള് ശ്രദ്ധിക്കാനായിട്ടായിരിക്കും. അതെ, ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചിട്ടല്ലേ അകത്ത് കയറി വന്നത്. കിരണെ രക്ഷിച്ച ആ ജെറിയല്ലേ? അതെ. ഇപ്പൊ പോയേ ഉണ്ടായിരുന്നുള്ളൂ. അതെയോ? ഇനി വേറൊരു പ്രാവശ്യം വരുമ്പോ കാണാം എന്ന് പറയാണ്. അപ്പൊ ദീപ പറയണ്ട, നല്ല പയ്യനാ മോളെ, കാണുമ്പോ തന്നെ ആർക്കായാലും ഒരു മതിപ്പൊക്കെ തോന്നും, നല്ല സ്വഭാവമുള്ള ഒരു പയ്യനാണത്. അവൻ അന്ന് അവിടെ കറക്റ്റ് സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ കിരണിന്റെ അവസ്ഥ എന്തായാനെ, കല്യാണിയുടെ അവസ്ഥ എന്തായാനെ, ആലോചിക്കാനേ വയ്യ എന്ന് പറയുമ്പോ താരം ഒരു ഗ്ലാസ് ജ്യൂസ് ആയിട്ട് നമ്മുടെ കാർത്തികിന്റെ അടുത്തേക്ക് വരുവാട്ടോ. ജ്യൂസ് ഒക്കെ എടുത്തു വെച്ചിരിക്കുകയായിരുന്നോ? എങ്ങനെയുണ്ട് താരാന്റെ മോളെയും കുഞ്ഞിനെയൊക്കെ ഇപ്പൊ കാണാറുണ്ടോ എന്ന് പറയുമ്പോ താരയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറുവാട്ടോ. ദീപ പറയണ്ട്, ഒന്നും പറയണ്ട, താര ഇവിടെ ഇപ്പൊ ഉള്ളതുകൊണ്ട് അവളിപ്പോ കുഞ്ഞിനെയും കൊണ്ട് ഉമ്മർത്ത് നിൽക്കണമെന്നില്ല എന്ന് പറയാണ്. ശേഷം നമ്മുടെ താരയുടെ മുഖത്തേക്ക് നമ്മുടെ കാർത്തിക നോക്കുന്നുണ്ട്. ശേഷം കിരണിനെയൊക്കെ ഒന്ന് നോക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.